വലിയ ബുദ്ധിമുട്ടാണ്. അവന് മഴയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ഷീറ്റിൻ്റെ ഇടയിലോട്ട് നമ്മൾ തൽക്കാലം ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ മുറിവൊക്കെ കുറച്ച് ഉണങ്ങിയെന്ന് തോന്നുന്നു. നീറ്റ് വാ. മുറിവൊക്കെ ഉണങ്ങി, പക്ഷെ അതിന് എഴുന്നേക്കാൻ വലിയ ബുദ്ധിമുട്ട്, അവശ നിലയിലാണ്. എന്നാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. ആഹാരം പിന്നീട് എടുത്ത് കഴിക്കും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടില്ല. നമ്മൾ മുറിവിനുള്ള മരുന്നുകൾ 2 ദിവസമായിട്ട് അടിച്ചു കൊടുത്തതുകൊണ്ട് മുറിവൊക്കെ ഇപ്പം ഉണങ്ങി തുടങ്ങി. പക്ഷേ അതിൻ്റെ വയറിന് ഒരു വീക്കം തോന്നിക്കുന്നു. എന്താണെന്നറിയില്ല. രാത്രിയായപ്പോൾ പട്ടികൾ വല്ലതും ഉപദ്രവിച്ചോ എന്നറിയത്തില്ല. വളരെ ദയനീയാവസ്ഥയിലാണ് പട്ടി കിടപ്പുള്ളത്. തണുപ്പ് കൊണ്ട് അതിന് ഇടുങ്ങലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ അടുത്തോട്ട് വെച്ചു കൊടുത്തപ്പോൾ അത് ആഹാരം കഴിക്കുന്നു. പക്ഷേ വളരെ ദയനീയാവസ്ഥയായിപ്പോയി. മനുഷ്യന്മാർ നമ്മളെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെടുത്ത് ചെയ്യുന്നത് ഒരു കൊടും പാപമാണ്. എല്ലാവരും അത് മനസ്സിലാക്കുന്നില്ല. അതാണ് വാസ്തവം. ഇങ്ങനെയുള്ള നായ്ക്കുട്ടികൾ ആരെയും ഉപദ്രവിക്കില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഈ കിടന്ന് അലയുന്നത്. ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യവും ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്. നമ്മളിന്ന് രണ്ടാം ദിവസമാണ്. ഇന്ന് രണ്ടാം ദിവസമല്ല, 3ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസവും കൊണ്ടുവന്ന് സമയത്തിന് രാവിലെയും വൈകിട്ടും നമ്മളെ കഴിയുന്ന കണക്ക് ഇതിന് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അതുപോലെ തന്നെ വിജനമായ ഒരു പര്യടനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റുള്ള നായ്ക്കളുടെ ശല്യവും ഇതിന് കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റാരും ഒരു നേരത്തെ ആഹാരം കൊണ്ടു കൊടുക്കാനോ ഒന്നും ആരുമില്ല. അതുപോലെ തന്നെ ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരു നായ്ക്കുട്ടി ഇവിടെ ഉള്ളതായിട്ട്. ആർക്കും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ന് അതിന് കുറച്ച് 3ാം ദിവസം ഇന്ന് കുറച്ച് മാറ്റമുണ്ട്. ആ മുറിവിൻ്റെ മരുന്നുകൾ നമ്മൾ അതിന് അടിച്ചു കൊടുത്തതുകൊണ്ട് കുറച്ച് മുറിവിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇറമ്പ് അരിപ്പ് എന്നുള്ള ആ ഒരു വിഷയത്തിൽ നിന്നൊക്കെ മാറി ബാക്കിലുള്ള അതിൻ്റെ മൂട് ഭാഗങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങി. വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ നടുവിൻ്റെ കാര്യത്തിൽ ഇവനെ ഒന്ന് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലാൻ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. അവരെല്ലാം സാധാരണ വീടുകളിലൊക്കെ പോയി പശുക്കളെയും ആടുകളെയൊക്കെ ആട്ടോയിൽ കയറിപ്പോയി അവർ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു നായ്ക്കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ അവർ വരാൻ വിസമ്മതിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഒന്ന് ചെറിയ ഒരു ഹെൽത്തി ആവുമ്പോൾ നമ്മൾ മൃഗാശുപത്രിയിലോട്ട് കൊണ്ടുപോയി അതിനെ ചികിത്സിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ പരമാവധി ഞാൻ ശ്രമിക്കും. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്ന് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. അതിനൊരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് അത് കഴിച്ച് തീർന്നിട്ട് നമ്മളെ ദയനീയാവസ്ഥയായിട്ട് നോക്കുന്ന ആ ഒരു നോട്ടം മതി. നമ്മളെ ഈ ലോകത്തിൽ നമ്മൾ എന്ത് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്തിരിക്കുന്ന ഏത് പാപം തീരാനും നമ്മൾ ഇതുപോലുള്ള ഒരു കാരുണ്യ പ്രവർത്തനം മാത്രം നമ്മൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കണം. ഓക്കെ, ബൈ.